ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ രസിപ്പിച്ച, നമ്മളെ ചിരിപ്പിച്ച, നമ്മളെ ചിന്തിപ്പിച്ച അത്യുജ്വലമായ 100 കോടി വിജയത്തിന് ശേഷം ഇതാ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ എത്തിച്ചേരുന്നത് ദീപക് വർമ്മോൻ. ദീപകിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. മലർവാടി ആർട്സ് ക്ലബ് മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയ അതിനുശേഷം പലതരം വേഷങ്ങൾ ചെയ്തു. വില്ലനായി ഇതാ നീരജ് എത്തിച്ചു വന്നിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഏറ്റുപാടുന്ന ഒരുപാട് പാട്ടുകൾ, വെറുതെ സീൻ മോനെയൊക്കെ പാടിയ നമ്മുടെ റാപ്പ് സിംഗർ നീരജ് ഇതാ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. നീരജിനെല്ലാം ചേർന്നൊരു ഗംഭീര കൈയ്യടിയോട് ആലപ്പുഴക്കാരെ. നീരജിന്റെ മുടിയൊക്കെ സ്റ്റൈൽ ചെയ്ത് വേറൊരു സ്റ്റൈലിലാണ് നീരജ് എത്താൻ പോകുന്നത്. പുതിയ ഗെറ്റപ്പിലാണ് എത്തുന്നത്. ഗംഭീര കൈയ്യടിയോട് നീരജിനെ. നീരജിനെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ നമ്മൾ ടെലിവിഷനിലൂടെ കാണാൻ തുടങ്ങിയതാണ്. ഇപ്പോ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു റാപ്പ് സിംഗറായി മാറി. ഓക്കെ, നമ്മുടെ സ്വന്തം നീരജ്, കുട്ടികളുടെയൊക്കെ ആരാധനാ പാത്രമായ വെറുതെ സീൻ മോനെയൊക്കെ പാടിയ സരളയുടെ മോളെ നമുക്ക് പരിചയപ്പെടുത്തിയ സ്വന്തം നമ്മുടെ നീരജ് മാധവ്. അങ്ങനെ നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്നത്തെ അജ്ഫാന്റെ 180 ഷോറൂമുകൾ പിന്നിട്ടിരിക്കുന്നു. 181ാമത് അജ്ഫാന്റെ ഇനാഗുറേഷൻ ആണ് നടക്കാൻ പോകുന്നത്. അജ്ഫാന്റെ ഉടമസ്ഥൻ, അജ്ഫാന്റെ ഓണറെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി എന്ന കുട്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അദ്ദേഹം ഈ അജ്ഫാനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഗൾഫിലായിരുന്ന കാലത്ത് മലപ്പുറംകാരനാണ്. അദ്ദേഹം മലപ്പുറത്ത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ആദ്യം വളരെ പ്രശസ്തനായിരുന്നു. അജ്ഫാനൊക്കെ തുടങ്ങിയ അദ്ദേഹം ഒരുപാട് സ്പെഷ്യലി ഏബിൾഡ് ആയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാട് സമൂഹ വിവാഹങ്ങൾ. ഇതുവരെ അജ്ഫാന്റെ ഉദ്ഘാടനത്തിന് നിങ്ങൾ ഇതുപോലൊരു പരിപാടി കണ്ടിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടാണ് ഒരു ഉദ്ഘാടനം ഇതുപോലെ നടക്കുന്നത്. ബാക്കി എല്ലാം അദ്ദേഹം ചെയ്തിരുന്നത് സമൂഹ വിവാഹങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട്. നമ്മുടെ സ്വന്തം കുട്ടിയെ, മലപ്പുറത്തിന്റെ സ്വന്തം കുട്ടിയെ, അജ്ഫാന്റെ സ്വന്തം കുട്ടിയെ ഞാൻ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. കുട്ടിക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പോൾ ഇനി നമ്മുടെ ഇഷ്രാശ്രീ ബിൽഡിങ്ങിന്റെ ഓണറും നമ്മുടെ സ്വന്തം ഷാനവാസ് കൈഷ ഗ്രൂപ്പിന്റെ ഇതിനു വേണ്ടിയിട്ട് ചെയ്ത ലുക്കാണോ അതോ പുതിയ ആൽബം എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടോ? എന്താണ് പരിപാടി? എല്ലാവർക്കും നമസ്കാരം. ആലപ്പുഴയിൽ ആദ്യമായിട്ടാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത് ഇങ്ങനെ ഒരു ഗ്രാൻഡ് പരിപാടിയായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാരുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലുള്ള ഒട്ടുമിക്ക ആൾക്കാരെയും എനിക്ക് അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. വിനയൻ സാറിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനൊരു വേദിയിൽ വെച്ച് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. എന്താ പറയുക,
ഒരു ഇനോഗ്രേഷൻ ഇത്ര അധികം ജനപങ്കാളിത്തം അത് എന്താ പറയുക, അതിൻ്റെ പിറകിലുള്ള ആളുകളുടെ ഒരു വിജയം തന്നെയാണ്. സോ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, പരിപാടികളിലേക്ക് കിടക്കട്ടെ. ഈ മുടിയുടെ കാര്യം ചോദിച്ചത്, എൻ്റെ പുതിയ ആൽബം, ഒരു ഹിപ്പ് ഹോപ്പ് ആൽബം വരുന്നുണ്ട്. അതിൻ്റെ വേണ്ടേ ഒരു സീൻ വെറുതെ ഒരു വരി ജസ്റ്റ് ഒന്ന്. ഓക്കെ. അപ്പോ നീരജാണ് സംസാരിച്ചത്. എല്ലാവരും ചേർന്ന് നീരജിന്റെ ഫാൻസ് അവിടെ. ഓക്കെ, എന്റെ മോൻ 3ാം ക്ലാസ്സിൽ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അനുരാഗ കരിക്കിൻ വെള്ളത്തിലൂടെ അതിലെ എലിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എലീന അല്ലേ, എലിസബത്ത് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നു. എലി എന്ന പേരാണ് എനിക്ക് ഓർമ്മയുള്ളത്. രജീഷയെ ക്ഷണിക്കുന്നു ഇവരോട് സംസാരിക്കാം. നമസ്കാരം ആലപ്പുഴ. ഹായ്. നല്ല ചൂടാല്ലേ? പക്ഷേ ഈ ചൂടത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ് ടു ഇഷാശ്രീ, ഷാനവാസിക ആൻഡ് അജ്ഫാൻ. ഒരു എന്താ പറയുക, ഇനി എത്രയോ ബിൽഡിങ്സ് ഇവിടെ ഉണ്ടെന്നും എത്രയോ ഷോറൂംസ് അജ്ഫാൻ ഉണ്ടെന്ന് എനിക്കറിയാം. അത്രയും സക്സസ്ഫുള്ളായി പോകുന്ന 2 വെഞ്ചേഴ്സ് ഒരുമിച്ച് കൊള്ളുകയാണ്. ഉദ്ഘാടനത്തിന് ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിനയൻ സാർ ഇവിടെ ഉണ്ട്, ഫ്രണ്ട്സ് നമിയുണ്ട്, ദീപക്കുണ്ട്, നീരജുണ്ട്, പിന്നെയും ഒരുപാട് വലിയ വിശിഷ്ട വ്യക്തികൾ ഇവിടെ വേദിയിലുണ്ട്. എല്ലാവരുടെയും കൂടെ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. വൺസ് അഗെയിൻ വിഷിംഗ് ഇഷാശ്രീ ആൻഡ് അജ്ഫാൻ ഓൾ ദി വെരി ബെസ്റ്റ്. ഒരു വൻ സംരംഭമായി പോട്ടെ. അജ്ഫാനിലെ ഡേറ്റ്സ് ഒക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ആദ്യം തന്നെ ആലപ്പുഴയിൽ എത്താൻ കഴിഞ്ഞത്. കാരണം ആലപ്പുഴ ഞാനുമായിട്ട് വളരെയധികം പേഴ്സണൽ കണക്ഷനുള്ള ഒരു സ്ഥലമാണ്. പലരും വിചാരിച്ചേക്കുന്നത് ഞാൻ ആലപ്പുഴക്കാരിയാണെന്നാണ്. നമ്മൾ നെയ്ബേഴ്സാണ്, ഞാൻ കുമരകമാണ്. പക്ഷേ എൻ്റെ തുടക്കം തൊട്ട് പുതിയ തീരങ്ങൾ, പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും, സൗണ്ട് തോമ, ഈ സിനിമകളെല്ലാം കണ്ടിന്യൂസ്ലി ഞാൻ ആലപ്പുഴയിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും ആലപ്പുഴയും എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. ഞാൻ ഇന്നിവിടെ ഹസ്ബൻഡിൻ്റെയും ഇഷശ്രീ ബിൽഡിങ്സിൻ്റെയും ബിൽഡേഴ്സിൻ്റെയും ഈ ഒരു ഇനോഗ്രൽ സെറിമണിയുടെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 ബ്രാൻഡ്സാണ്, എല്ലാവർക്കും വളരെയധികം പരിചയമുള്ള 2 ബ്രാൻഡ്സാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. ഇവർക്ക് 2 പേർക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഒരുപാട് ചൂടാണെന്നറിയാം, പക്ഷേ ഈ ഒരു ചൂടത്തും ഇവിടെ ഞങ്ങളെല്ലാവരും കാണാൻ വന്നതിൽ നിങ്ങളോട് ഞങ്ങളുടെ നന്ദി പറയുന്നു. മഞ്ഞുമ്മൽ ബോയ്സ്, അത് മാത്രമല്ല പലതരം വേഷങ്ങളാണ് ദീപക്കിൽ നിന്ന് നമ്മൾ കാണുന്നത്. മമ്മൂക്കയുടെ ഒരു ഫേവറേറ്റ് ആക്ടറാണെന്ന് തോന്നുന്നു. കാരണം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പല സിനിമകളിലും വില്ലനായിട്ടും പല വേഷത്തിൽ ദീപക് വരുന്നതാണ്. ദീപകിനെ സ്വാഗതം ചെയ്യുന്നു ആലപ്പുഴക്കാരുടെ മുന്നിലേക്ക്. ദീപക് പറമ്പോൾ. എല്ലാവർക്കും നമസ്കാരം. സന്തോഷമുണ്ട് കാരണം ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റിയല്ലോ. പിന്നെ ഇൻസാഫ്ക്കാണ് എന്നെ വിളിച്ചത്. കാരണം എല്ലാ ദിവസവും മുടങ്ങാതെ ഗുഡ് മോർണിംഗ് അയക്കുന്ന ഒരേ ഒരാൾ ഇൻസാഫ്ക്കാണ്. കാരണം പിന്നീടാണ് മനസ്സിലായത് അത് പുള്ളിയുടെ ഓരോ ബിൽഡിങ്ങിൻ്റെയും നമ്പേഴ്സാണ്. അവസാനം എണ്ണാൻ വേണ്ടി വെച്ചായിരിക്കും. കാരണം അത്രയും ബിൽഡിങ്സ് ആലപ്പുഴയിലുള്ള ഒരാളാണ്. ഇനിയും ഒരുപാട് ബിൽഡിങ്സ് വരട്ടെ. അപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഗുഡ് മോർണിംഗ് അയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സന്തോഷമുണ്ട്. പിന്നെ അജ്ഫാൻ നല്ല ഡേറ്റ്സ്, ബാക്കി എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കിട്ടുന്നൊരു കടയാണ്. എൻ്റെ വീട്ടിലും കുറച്ച് പാക്കറ്റ്സ് അതിലുണ്ട്. പിന്നെ കണ്ണൂർ. അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ. സന്തോഷം പിടിച്ചതിന് വിനയൻ സാറിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. ബാക്കിയെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്, പരിചയമുള്ള ആൾക്കാരാണ്. വിനയൻ സാർ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ചാൻസ് കൂടെ ചോദിക്കുകയാണ്. താങ്ക് യു. അതിനിടയിൽ ഒരു ചാൻസ് ചോദിപ്പ് നടന്നല്ലേ? ഓക്കെ. അതല്ല, വിനയൻ സാറിൻ്റെ സിനിമയിലേക്ക്
ചേട്ടാ കുറച്ചും കൂടെ ഓൺലൈൻ മീഡിയ ഒന്ന് ബാക്കിറങ്ങിയത് ഓൺലൈൻ മീഡിയ സ്റ്റാഫുകളൊന്നും അറിയണം. മീഡിയയിൽ ഒന്ന് കുറച്ച് ബാക്ക് അറിയിക്കാവോ? ക്യാമറ ഒന്നും ബാക്ക് മാത്രമേ ബാക്കിയുള്ള ബാക്കിലേക്ക് ചേട്ടാ അപ്പോഴേക്കും ആൾക്കാർ ഒന്ന് ബാക്ക് ഓടിക്കണേ. സ്റ്റാഫിൽ ഒന്നും മാറി ക്യാമറ വിഷയം അവരെടുത്തോട്ടെ. പ്ലീസ് ഒന്ന് മാറുന്നു. ക്യാമറ ഒന്ന് കയറുന്നു. ക്യാമറ ഒന്ന് കയറുന്നു. ചേട്ടാ ബാഗ് ഇരിക്കുന്നത് ചേട്ടാ ഒന്നും ബാഗ് ഒന്നും ചേട്ടാ ഇവിടെ നിൽക്കുന്നത് ചേട്ടാ ക്യാമറ എല്ലാം ഒന്ന് ബാക്ക് കൊടുക്കുന്നത്. ക്യാമറ ഫുൾ ബാക്ക് കൊടുക്കുന്നത്. ക്യാമറ ഫുൾ ബാക്ക് കൊടുക്കുന്നത്. ചേട്ടാ ക്യാമറ എല്ലാം ബാക്ക് കൊടുക്കുന്നത്. ചേട്ടാ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ കുറച്ചൊന്ന് റഷ് ഒന്ന് ബാക്ക് പിടിക്കാവോ? ചേട്ടാ മോനെ ചേട്ടാ ഒന്ന് ബാക്ക് പിടിക്കുക. നിങ്ങൾ നല്ല വിഷയമായിട്ടാണ് വേണം. ഒന്ന് സഹകരിക്കുക പ്ലീസ്. ചേട്ടാ നിങ്ങൾ കയറുന്നില്ല. അവരൊന്ന് എന്നെ നിർത്തിക്കൂടെ? നിങ്ങൾ കയറുന്ന വീണ്ടും അവർ കൂടി നിൽക്കുക.
എല്ലാവരും ബാക്കോട്ട് എല്ലാവരും ഒന്ന്